നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിരിക്കെ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ, അവർക്ക് വളരെ സുന്ദരമായ മനോഹരമായ ജീവിതമാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ പ്രതിസന്ധികളോ അവർക്കുണ്ടാവൂല. സംഭവിച്ചാൽ തന്നെ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തുകൂടി അല്ലാഹു അവർക്ക് നൽകുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകുമെന്ന്, അവർ തളരുകയോ തകരുകയോ ചെയ്യില്ല എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ആയത്ത് കൂടി ഇതിന് പോൽഫലകമായി നമ്മൾ മനസ്സിലാക്കണം. നാളെ മഹ്ശറ ലോകത്താണെങ്കിലും ദുനിയാവിലാണെങ്കിലും അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായി അല്ലാഹു പറഞ്ഞതുപോലെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ യസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, അല്ലാഹു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ടെൻഷനില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത സന്തുഷ്ടമായ ജീവിതം നയിക്കണമെന്നാണ്. നമ്മൾ അങ്ങനെ ദുആ ചെയ്യാം, ഇസ്സത്തോടെ ആഫിയത്തോടെയുള്ള ജീവിതം തരണേ എന്നാണ്, അല്ലെ? നമ്മൾ ആഫിയത്തിന് ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വെറും ഒരു ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹു എനിക്ക് ദീർഘായുസ് നൽകണേ എന്ന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എത്രയോ വർഷം രോഗികളായി പ്രയാസങ്ങൾ സഹിച്ച് ജീവിച്ചിട്ടൊരു ഫായിദയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ത്വാഅത്തിൽ ആഫിയത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള ദീർഘായുസ് നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥന. അല്ലാഹുവേ, നിന്റെ ത്വാഅത്തിൽ നിന്നെ പേടിച്ച് ആഫിയത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള ദീർഘായുസ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ആ ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 വയസ്സാണെങ്കിൽ 120 വയസ്സാണെങ്കിൽ എത്രയായാലും ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ അടുത്ത് നല്ലവർ. അതേപോലെ മോശപ്പെട്ടവരോ ഒരുപാട് കാലം ജീവിക്കുന്ന കാലം മുഴുവനും തെറ്റു ചെയ്തിട്ടാണ് ജീവിച്ചതെങ്കിൽ അവരെക്കാൾ ശർറായവർ, അവരെക്കാൾ മോശപ്പെട്ടവർ വേറെ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ, നിന്റെ ത്വാഅത്തിൽ നിന്നെ പേടിച്ച് ആഫിയത്തോടെയുള്ള ആരോഗ്യത്തോടെയുള്ള ആരോഗ്യത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള, ഇസ്സത്തും വേണം. ആരോഗ്യമുണ്ട് ഇസ്സത്തില്ല, പ്രശ്നമാണ്. ആരോഗ്യമുണ്ട് ഇസ്സത്തില്ല, അഥവാ നല്ല ആരോഗ്യമുണ്ട് പക്ഷെ ജീവിതത്തിൽ വരുമാനങ്ങളില്ല, ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടി ജീവിക്കേണ്ട അവസ്ഥ. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ വളരെ അന്തസ്സോടെ ജീവിക്കുക. ഇതാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, ആഫിയത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള ജീവിതം നിന്റെ ത്വാഅത്തിൽ ദീർഘായുസ് നൽകണേ എന്നുള്ള ദുആ. അപ്പോൾ നമ്മൾ മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ, ആണും പെണ്ണും ഒക്കെ എല്ലാവരും നന്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, വളരെ സന്തുഷ്ടമായ ജീവിതം, വളരെ മനോഹരമായ ജീവിതം അവർക്ക് ഞാൻ നൽകും. വലനജ്സിയന്നഹും അജ്റഹും, അവർ ചെയ്തതിനുള്ള പ്രതിഫലം ഞാൻ അവർക്ക് നൽകുക തന്നെ ചെയ്യും. ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിനേക്കാളും മഹത്വമുള്ള പ്രതിഫലം. നിങ്ങൾ ചെയ്യുന്നത് ഒന്നാണെങ്കിൽ അല്ലാഹു തരുന്നത് 10 എണ്ണമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു അമലാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രതിഫലം 10 പ്രതിഫലമാണ്. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം. ഈ ഒരു രീതിയിൽ അല്ലാഹു തിരിച്ചു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. അപ്പൊ നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് അല്ലാഹുവും പരിശുദ്ധ റസൂലും പഠിപ്പിച്ചു തരുന്ന വഴി എന്താണ്? നിങ്ങൾ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുക, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു പേടിയുമില്ല, എല്ലാ വിഷയങ്ങളിലും അല്ലാഹു നിങ്ങൾക്ക് പരിഹാരം തരുമെന്നാണ്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഖുലഫാഉർ റാഷിദ് 4 ഖലീഫമാരുടെ വഫാത്തിന്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സ്ഥിരമായി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് 1,00,000 ദീനാർ വർഷത്തിൽ 1,00,000 ദീനാർ ഗവൺമെന്റ് നൽകാറുണ്ടായിരുന്നു. വർഷത്തിൽ 1,00,000 ദീനാർ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഗവൺമെന്റ് നൽകണം, ഭരണകൂടം നൽകണം, അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൗത്രനായതുകൊണ്ട് വർഷത്തിൽ 1,00,000 ദീനാർ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് മുആവിയ റളിയല്ലാഹു അൻഹു നൽകിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു വർഷം അദ്ദേഹത്തിന് ചെലവിനാവശ്യമായ ഈ 1,00,000 ദീനാർ ലഭിക്കാതെ വന്നു. അദ്ദേഹത്തിനാണെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രയാസമാണ്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. മക്കളുണ്ട്, അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് പോകണം, കൊണ്ടുപോകണം, ഭക്ഷണം കഴിക്കണം, ഭാര്യയുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ട് ഒരാഴ്ച കാത്തുനിന്നു, 2 ആഴ്ച കാത്തുനിന്നു. മുആവിയ റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിക്കേണ്ട 1,00,000 ദീനാർ നൽകാതെ വൈകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു പേന എടുത്തുകൊണ്ട് എഴുതാൻ തയ്യാറായി. ഒരു കത്ത് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അഥവാ എന്തേ എനിക്ക് വർഷം തോറും നൽകാറുള്ള ആ 1,00,000 ദീനാർ എന്തേ നിങ്ങൾ തരാത്തത് എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി അദ്ദേഹം പേനെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചിന്തിച്ചു, വേണ്ട, ഒഴിവാക്കാം. എന്തിനാണ് നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു സഹായം അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യം മനുഷ്യനോട് എന്തിനാ ഞാൻ പറയുന്നത്? അള്ളാഹുവിനോട് ചോദിച്ചാൽ പോലെ ഒരു മനുഷ്യനോട് എന്റെ ആവശ്യം ഞാൻ പറയുന്നത് അതത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ച് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആ എഴുത്തിൽ നിന്ന് പിന്മാറുകയാണ്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, കൈഫ അൻത യാ ഹസൻ, ഹസനെ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൈരി യാ അബതി, ഉപ്പാ ഇന്ന് വളരെ സുഖമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഖൈറാണ്. പക്ഷേ വർഷം തോറും എനിക്ക് ലഭിക്കാറുള്ള, എല്ലാ വർഷവും എനിക്ക് തരാറുള്ള 1,00,000 ദീനാർ ഈ വർഷം മുആവിയ റളിയല്ലാഹു അൻഹു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, നിങ്ങളത് ആ ഒരു പരാതി എന്തേ തരാത്തത് എന്ന് ചോദിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിന് നിങ്ങൾ കത്തെഴുതിയോ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, കത്തെഴുതാൻ ഞാൻ തീരുമാനിച്ചതാണ്, കത്തെഴുതാൻ ഞാൻ പേന എടുത്തതാണ്, പക്ഷേ ഞാനത് തുടർന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഖുദ് ഫീ ഖൽബി റജാക്, ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദുആയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ പ്രാർത്ഥന ഒരു ആരാധനയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. മക്കളില്ലെങ്കിൽ ആയുധം പ്രാർത്ഥനയാണ്. രോഗിയായാൽ ആയുധം പ്രാർത്ഥനയാണ്. ജോലിയില്ലെങ്കിൽ ആയുധം പ്രാർത്ഥനയാണ്. വിവാഹപ്രായമെത്തി ഇഫുവത്ത ഇണകളെ ലഭിക്കുന്നില്ല, ആയുധം പ്രാർത്ഥനയാണ്. എല്ലാ വിഷയത്തിലും നമ്മൾ ഉറച്ച വിശ്വാസത്തോടെയുള്ള ആ ഒരു പ്രാർത്ഥന അതെല്ലാറ്റിനും പരിഹാരമാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഖദ് ഫീ ഖൽബി റജാഅക വഖത റജാഇ അമ്മൻ സിവാക ഹത്താ ലാ അർജു അഹദൻ ഗൈറക എന്നിങ്ങനെ തുടങ്ങിയ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. സാമ്പത്തികമായ പ്രയാസമല്ലേ നിങ്ങൾക്കുള്ളത്? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ സ്വപ്നത്തിലൂടെ കടന്നു വന്ന് പഠിപ്പിച്ച ആ പ്രാർത്ഥന നിരന്തരമായി ഞാൻ
ചെല്ലാൻ തുടങ്ങി. നിരന്തരമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് 1,00,000 പകരം 10,00,000 ദിനാറാണ് എനിക്ക് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു അയച്ചു തന്നത്. 2 ആഴ്ചകളോളം നീണ്ടുനിന്ന എനിക്ക് ലഭിക്കേണ്ട സഹായം അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ദുആ ഞാൻ പ്രാർത്ഥിച്ചപ്പോ 1,00,000 പകരം 10-15 ലക്ഷത്തോളം ദിനാറുകളാണ് എനിക്ക് പറഞ്ഞയച്ചു തന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറ. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന ഒരാളെ നീ മറക്കുന്നില്ലല്ലോ. നീ നിനക്കാണ് സർവസ്തുതിയും. ഒരാൾ നിന്നെ ഓർത്താൽ നീ അവരെ ഓർക്കുമെന്നല്ലയോ പറഞ്ഞത്. ഫദ്കുറൂനി അദ്കുറുകും. നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, നിങ്ങൾ എന്നെ കുറിച്ച് ചർച്ച ചെയ്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം, നിങ്ങളെ സഹായിക്കാമെന്നല്ലയോ അല്ലാഹു പറഞ്ഞത്. ഫദ്കുറൂനി അദ്കുറുകും. നിങ്ങൾ എന്നെ ഓർക്കണം, എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ മറന്നാലോ ഞാനും നിങ്ങളെ മറക്കും. അതാണ് നമ്മൾക്ക് പറ്റിപ്പോയത്. നമ്മൾക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അള്ളാഹുവിനെ പൂർണ്ണമായി മറന്നു ജീവിക്കുകയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ, സുഖങ്ങൾ ഉണ്ടാകുമ്പോ, സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ മറക്കുകയാണ്. അല്ല എന്ന് പറയാൻ പറ്റൂല, നിഷേധിക്കാൻ പറ്റൂല. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാറുണ്ട്. അതും എല്ലാവരും മടങ്ങാറൊന്നുമില്ല. അത്ര കുറച്ചെങ്കിലും ദീനിന്റെ ഒരു അംശമുള്ള ആളുകൾ പ്രയാസമുള്ള സമയത്ത് മടങ്ങുന്നു. മടങ്ങുമ്പോൾ തന്നെ പൂർണ്ണമായ വിശ്വാസമില്ല. ദുആ ചെയ്യാൻ ഇത് കിട്ടുമോ, ഇത് കിട്ടൂലേ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുവോ, ലഭിക്കൂലേ എന്ന് ഉറപ്പില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി. ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥന, അത് അവിടെയാണ് നമ്മുടെ പരാജയം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് 1,00,000 പകരം 15 ലക്ഷത്തോളം ദീനാറാ കിട്ടിയത് ഈ ഒരു പ്രാർത്ഥന കാരണം. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ അല്ലാഹുവിനോട് പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറ. അല്ലാഹുവേ, നിന്നെ ഓർത്ത ഒരാളെ നീ മറക്കൂലല്ലോ. നിനക്കാണ് സർവസ്തുതിയും. വലാ യഖീബു മൻ ദആ. നിന്നോട് പ്രാർത്ഥിച്ച ഒരാളെ നീ ഒരിക്കലും നിരാശരായി തള്ളിക്കളയില്ലല്ലോ. നിന്നോട് പ്രാർത്ഥിച്ച ഒരാളെ ഒരിക്കലും നീ കൈയൊഴിയില്ലല്ലോ റബ്ബേ. നിനക്കാണ് സർവസ്തുതിയുമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വീണ്ടും മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പൊന്നാര റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, യാ ഹസൻ, ഹസനേ കൈഫ അൻത, ഇന്നെന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൈരി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, വളരെ സന്തോഷമാണ്. അങ്ങനെ പറയണമെന്നാണ്. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ്, സുഖമെന്ന് പറയാനുള്ള സന്മനസ്സുണ്ടാവണം. നമ്മൾക്കില്ലാതെ പോയതൊരു വിഷയമാണത്. നമ്മൾ എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും ചോദിച്ച് എങ്ങനെ സുഖാണോ, എന്ത് സുഖം, എന്ത് സുഖം, കച്ചവടം എങ്ങനെ, വളരെ മോശം. ഈ ഒരു ശൈലി മാറും. ഹസൻ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായ പ്രയാസം കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാണ് നബി തങ്ങളെ സ്വപ്നത്തിലൂടെ കാണാനിടയായത്. എങ്ങനെയുണ്ട് ഹസനെ? നബിയെ, എനിക്ക് വല്ലാത്ത പ്രയാസാണ്. അത് പറഞ്ഞില്ല. അൽഹംദുലില്ലാഹ് ഖൈർ. അല്ലാഹുവേ, എന്റെ ഹബീബേ, മാഷാ അല്ലാഹ് റാഹത്താണ്. ഇത് പറയാൻ നമ്മൾ പഠിക്കണം. ഇത് മലയാളികൾക്കുള്ള പ്രശ്നമാണ്. എപ്പോ ചോദിച്ചാലും എങ്ങനെ ബിസിനസ്, വളരെ മോശമാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഉഷാറായിരുന്നു, ഇപ്പൊ വളരെ മോശമാണ്. ഇനി അടുത്ത വർഷം ചോദിച്ചോ, അപ്പൊ വീണ്ടും പറയും കഴിഞ്ഞ വർഷം മോശമായിരുന്നു, കഴിഞ്ഞ വർഷം ഉഷാറായിരുന്നു, ഇപ്പൊ മോശമാണ്. ഉഷാറാണ് മാഷാ അല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഭൂരിഭാഗം ആളുകൾക്കുമില്ല. അതേപോലെ എങ്ങനെ ആഫിയത്ത്, എന്ത് പറയാൻ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എന്താ ചെയ്യാ, നടക്കാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, മുട്ടുകുത്താൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയും. എന്തിനാണിത് മറ്റുള്ളവരോട് നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം? ആരെങ്കിലും ചോദിക്കാൻ എങ്ങനെ, മാഷാ അല്ലാഹ് റാഹത്താണ്, കച്ചവടം എങ്ങനെ, ഉഷാറാണ്, അടിക്കോ, മാഷാ അല്ലാഹ് സുഖം. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അറബികൾ, യൂറോപ്യൻസ് ഇതൊക്കെ വളരെ നൈസായി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. വളരെ അതൊക്കെ ഒരു നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ആരെന്ത് ചോദിച്ചാലും ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള മറുപടിയല്ല നമ്മൾ കൊടുക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള ആ ഒരു അപ്രോച്ച് നമ്മളിൽ നിന്നുണ്ടാവണം.
എപ്പോഴും ജനങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസം നൽകുന്ന ആ ഒരു രീതിയിലുള്ള ടോക്കായിരിക്കണം, സംസാരമായിരിക്കണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. ആരെങ്കിലും ചോദിക്കാൻ അൽഹംദുലില്ലാഹ് വളരെ സുഖമാണ്, കച്ചവടം ഒന്നും ഉണ്ടാവില്ല, നീ രോഗിയായി കുഴപ്പമില്ല, അവരോട് നിന്റെ രോഗം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരോട് നിന്റെ കച്ചവടത്തിലെ നഷ്ടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു തന്നത് മതി എന്ന രീതിയിൽ നമ്മൾ മറുപടി പറയണം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. കൈഫ അൻത യാ ഹസൻ? അൽഹംദുലില്ലാഹി ബിഖൈർ. നബിയെ വളരെ സന്തോഷമാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഹസൻ തങ്ങളോട് പറയുന്നത്, യാ ബുനയ്യ, പൊന്നുമോനെ, ഹാകദാ മൻ റജൽ ഖാലിഖ വലം യർജുൽ മഖ്ലൂഖ. ഇങ്ങനെയാണ് അല്ലാഹു തആല അല്ലാഹുവിനോട് പ്രതീക്ഷയർപ്പിക്കുന്ന ആളുകളോട് അല്ലാഹു പെരുമാറുന്നത് ഇങ്ങനെയാണ്. നേരെ മറിച്ച് നീ ഒരു കത്തെഴുതിയിരുന്നുവെങ്കിൽ ഇത് നിനക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതെ, അള്ളാഹുവിൽ വരമേൽപ്പിക്കാതെ നീ ഒരു മനുഷ്യനെ സമീപിക്കുകയാണ്. നിനക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുമ്പോ നീ അള്ളാഹുവിനോട് പറയാതെ ജനങ്ങളെ നീ സമീപിക്കുകയാണെങ്കിൽ പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, വലിയ ബാധ്യതയാണ്. 10-40 പവൻ ഉണ്ടാക്കണം, നിന്റെ കയ്യിൽ ഒന്നുമില്ല. നീ ആദ്യം ഇറങ്ങേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മുതലാളിയുടെ സമീപത്തേക്കല്ല, നീ അള്ളാഹുവിലേക്കാണ് ഇറങ്ങേണ്ടത്. അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കണം. അള്ളാഹുവേ, ഞാൻ പ്രയാസത്തിലാണ്, അള്ളാഹുവേ, ഞാൻ പ്രയാസത്തിലാണ്. എന്റെ ഒരു പെൺകുട്ടിയുണ്ട്, വിവാഹം കഴിക്കാൻ സമയമായിട്ട്, നിന്റെ സഹായം എനിക്ക് വേണം റബ്ബേ, നീ എന്നെ സഹായിക്കണം എന്ന രീതിയിൽ ആദ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. നമ്മളറിയാതെ പല ആളുകളും നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ പ്രധാനമായി മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ സഹകരണം, അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും പ്രയാസം നിറഞ്ഞ സമയങ്ങളിലും അള്ളാഹുവിലേക്ക് വിഷയങ്ങൾ പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് രണ്ടാളുകൾ കടന്നു വരികയാണ്. രണ്ടാളുകളും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തർക്കത്തിലാണ് രണ്ടുപേരും. ഒരു വാദിയും ഒരു പ്രതിയും. രണ്ടുപേരും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അവൻ അതിന് പരിഹാരം വേണം. ആ പ്രശ്നത്തിന്, ആ തർക്കത്തിന് ഒരു പരിഹാരം വേണം. ആ പരിഹാരം നൽകേണ്ടത് അലി തങ്ങളാണ്. അലി തങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചുമരിന്റെ മുകളിൽ കയറിയിരുന്നു. രണ്ടുപേരും തൊട്ടപ്പുറത്തുള്ള ഒരു ചുമര്, ആ ഒരു മജിലിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറിയിരുന്നപ്പോ ഈ തർക്കിക്കുന്നവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അലി എന്നവരെ അൽ ജിദാറു യഖഅ, ആ ചുമര് പൊട്ടി വീഴാൻ, കൊഴിഞ്ഞാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങണം. അത് വീഴാനായ, കൊഴിഞ്ഞാടാനായ ഒരു ചുമരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ താഴെ വീഴുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അലി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ പണി നോക്ക്, നീ നിന്റെ കാര്യം പറ, നിന്റെ പ്രശ്നം പറ. കഫാ ബില്ലാഹി ഹാരിസ, എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ല, അതെന്റെ റബ്ബിനാണ്. എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ റബ്ബിനാണ്. ഞാൻ എന്റെ റബ്ബിനെ വരമേൽപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചുമരിൽ കയറിയത്. അതുകൊണ്ട് നീ നിന്റെ കാര്യം പറഞ്ഞോളൂ എന്ന് ആ ചുമരിൽ ഇരുന്നു കൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് നേരം അവരുടെ തർക്കങ്ങൾ നീണ്ടുനിന്നു. മഹാനായ അലി തങ്ങൾ രണ്ടുപേരുടെയും വാദം കേട്ടു. എന്നിട്ട് രണ്ടുപേരിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച്, കാര്യങ്ങൾ ഗ്രഹിച്ച് അവർക്ക് നല്ല തൃപ്തികരമായ രീതിയിലുള്ള പരിഹാരം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും പിരിഞ്ഞുപോയി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ചുമരിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ട താമസം, ആ ചുമര് താഴേക്ക് കുഴിഞ്ഞു വീണു, ആ താഴേക്ക് തകർന്നു വീണു. അലി തങ്ങൾ ഇറങ്ങേണ്ട താമസം ആ ചുമര് തകർന്നു വീണു എന്നാണ്. അഥവാ അള്ളാഹുവിനെ ബരമേൽപ്പിച്ചുകൊണ്ട് മഹാനായ അലി തങ്ങൾ കയറിയപ്പോ ഒഴിഞ്ഞു വീഴേണ്ട ഒരു ചുമരിനെ അള്ളാഹു താങ്ങി നിർത്തുകയാണ്.
നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിനെ ബലമേൽപ്പിക്കാതെ കയറിയിരുന്നുവെങ്കിൽ അത് വീഴേണ്ടതാണ്. നമ്മൾ മരത്തിന്റെ ശാഖയിൽ, മരത്തിന്റെ ചില്ലയിൽ ഒക്കെ നമ്മൾ നിരന്തരമായി കയറാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും. അത്തരം സാഹചര്യങ്ങളിൽ തെങ്ങിൽ കയറി തേങ്ങ പറിക്കുന്നവരുണ്ട്, കവുങ്ങിൽ കയറി അടക്ക പറിക്കുന്നവരുണ്ട്, മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങളിൽ കയറുന്നവരുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾക്കുള്ള ധൈര്യം അല്ലാഹുവാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ബലമേൽപ്പിച്ചുകൊണ്ടാണ് ഇതിൽ കയറുന്നത്. വാഹനത്തിൽ കയറുന്നതും അങ്ങനെ തന്നെ. എവിടെയാണെങ്കിലും അല്ലാഹുവേ ഞാൻ നിന്നെ ബലമേൽപ്പിക്കുന്നു എന്ന ആ ഒരു ദിക്റോടുകൂടി നമ്മൾ ഇതിൽ കയറിയാൽ തിരിച്ചിറങ്ങുന്നത് വരെ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ്.